ഹലോ ഹർക്കൻസ് മാമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു പ്രൊമോഷൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ അജ്മാൻ വരെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഞങ്ങൾ വിചാരിച്ചതിലും നേരത്തെ കഴിഞ്ഞതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞ് നേരെ പോയത് ഒരു പർച്ചേസിങ്ങിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ പർച്ചേസിങ്ങിന് വേണ്ടി നേരെ പോയി എന്നൊന്നും പറയാൻ പറ്റില്ല. ഞങ്ങൾ കാറ് പാർക്ക് ചെയ്തോടത്തേക്ക് മന്ദം നടന്നു വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഷോപ്പ് കണ്ടു കഴിഞ്ഞപ്പോൾ എന്നാൽ പിന്നെ ഒന്ന് ജസ്റ്റ് കയറി നോക്കിയേക്കാം എന്നും പറഞ്ഞിട്ട് ഞങ്ങൾ കയറിയതാണ് കേട്ടോ. അല്ലെങ്കിലും ഇപ്പം എന്ത് ഷോപ്പ് കണ്ടു കഴിഞ്ഞാലും ഞങ്ങൾക്കൊരു സൈഡ് വലിവ് വരുന്നുണ്ട്. കാരണം ഇനിയും കുറച്ച് സാധനങ്ങൾ നമ്മുടെ റൂമിലേക്ക് വാങ്ങാനുണ്ട് കേട്ടോ. ഇവിടെ കയറി നോക്കിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാവിധ സാധനങ്ങളും ഇവിടെ ഉണ്ട്. അത്യാവശ്യം നല്ല റേറ്റ് കുറവും ഉണ്ട് കേട്ടോ. എന്നാൽ പിന്നെ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുത്തേക്കാന്ന് വിചാരിച്ചു. വീട്ടിൽ ഓൾറെഡി ഒരു ഇലക്ട്രിക് മോപ്പ് ഉണ്ട് കേട്ടോ. എന്നാലും ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ വാങ്ങാമെന്ന് വിചാരിച്ചു. കാരണം വേറൊന്നല്ല, ഇലക്ട്രിക് മോപ്പ് ചാർജൊക്കെ ചെയ്തിട്ട് വേണമല്ലോ യൂസ് ചെയ്യാനായിട്ട്. വെറുതെ കറണ്ട് ബില്ല് കൂട്ടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു മോപ്പ് വാങ്ങാമെന്ന് വിചാരിച്ചത്. പക്ഷെ വലിയ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അത് വാങ്ങിയിട്ട് എന്നാണോ ഞാൻ അത് അവിടെ കൊണ്ടുവച്ചത് ഇന്നും അത് അവിടെ തന്നെ ഇരിപ്പുണ്ട് കേട്ടോ. കാരണം വേറൊന്നല്ല, ഇതുകൊണ്ട് തുടയ്ക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചധികം മെനക്കേടാണ്, കുറച്ചധികം പണിയെടുക്കണം. മറ്റേ ഇലക്ട്രിക് മോപ്പാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യണ്ട, ചുമ്മാ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിന്നാൽ മതി. അത് അതിൻ്റെ പാട്ടിനങ്ങ് പോയി എല്ലാം ക്ലീൻ ചെയ്തോളൂ കേട്ടോ. എന്നാലും ഒരു വഴിക്ക് പോകുന്നതല്ലേ, ഇതും കൂടി ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ മോപ്പും കൂടി ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ കിഡ്സിൻ്റെ ഈ ടോയ് സെക്ഷനിലേക്കാണ് പോയത്. ഏത് ടോയ് എടുക്കണം എന്നുള്ള കൺഫ്യൂഷനായിരുന്നു. കാരണം 2 പേര് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ തിരിച്ചു പോകുമ്പോൾ ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയിൽ ഞാൻ 2 വാട്ടർ ബോട്ടിൽ എടുത്തിട്ട് ഇത് രണ്ടും എടുക്കട്ടെ, നല്ല ഭംഗിയില്ലേ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. കാരണം ഇവന്മാരുടെ കയ്യിലിരിക്കുന്ന വാട്ടർ ബോട്ടിൽ ഏതാണ്ട് ഒരു ഗ്ലാസ് ടൈപ്പ് വാട്ടർ ബോട്ടിലാണ് കേട്ടോ. അപ്പോൾ അതും കൊണ്ട് എവിടെയും എല്ലായിടത്തും പോകാൻ പറ്റുന്നില്ല. കാരണം ഒരു എയറിന് പൊട്ടിയിട്ടൊന്നുമില്ല, കുറേ എയറൊക്കെ കഴിഞ്ഞതാണ്. എന്താണോ ദൈവഭാഗ്യത്തിന് അത് ഇതുവരെ പൊട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു ബോട്ടിലും കൂടി വാങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആ ബോട്ടിൽ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴും ചാച്ചനാണെന്നുണ്ടെങ്കിൽ ഈ ടോയ്സിൻ്റെ സെക്ഷനിൽ നിന്ന് മാറിയിട്ടില്ല. ഏതെടുക്കും എന്നുള്ള കൺഫ്യൂഷനിൽ ഇങ്ങനെ നിന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു ഏതെങ്കിലും ഒന്ന് എടുക്ക്. കാരണം എടുക്കുമ്പോൾ 2 പേർക്കും ഒരേപോലത്തെ തന്നെ എടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ വൻ അടിയായിരിക്കും. എന്നാൽ പിന്നെ ഈ ഒരു ബോക്സ് ആണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം വാങ്ങിയാൽ മതിയല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ചാച്ചൻ പറഞ്ഞു അത് കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ നിൻ്റെ മൂത്ത മോൻ അതെടുത്ത് കഷത്തി എടുത്ത് വെക്കും, രണ്ടാമത്തവന് കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് 2 എണ്ണം ഒരേപോലത്തെ ഈ ബസ് വാങ്ങിയിട്ടോ. ഇപ്പം 2 എണ്ണം ഒരേപോലത്തെ വാങ്ങിക്കഴിഞ്ഞാലും 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യും. ഏതപ്പൻ്റെ വിചാരം ഡോണുവിൻ്റെ കയ്യിലിരിക്കുന്നത് വലുതാണെന്നാണ്. അവൻ അങ്ങനെ ഒന്ന് കൈമാറി കഴിഞ്ഞ് ഒരു എക്സ്ചേഞ്ച് ഒക്കെ അതിൽ നടന്നു കഴിഞ്ഞാൽ അവനൊരു സമാധാനം ഉണ്ടാവുള്ളൂ കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ നെയിൽ പോളിഷ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ഏത് കളർ എടുക്കണം എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു കേട്ടോ ഞാൻ ഉണ്ടായിരുന്നത്. എനിക്ക് കുറേ ഒന്നും വേണ്ട, ആകെ ഒരൊറ്റ കളർ മതിയായിരുന്നു. ഇവിടെയാണെന്നുണ്ടെങ്കിൽ കുറേ ഇങ്ങനെ പാക്ക് ചെയ്തിട്ടുള്ള കുറേ ഇതാണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഒറ്റ പീസായിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അവസാനം തപ്പി പിടിച്ച് കഴിഞ്ഞപ്പോൾ കിട്ടി കേട്ടോ. അപ്പോൾ ചാച്ചൻ പറഞ്ഞു ഈ കളർ എടുത്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ കളറും എടുത്തു കേട്ടോ. അങ്ങനെ എല്ലാം പറക്കി കൂട്ടി ചെന്ന് കഴിഞ്ഞപ്പോൾ ചാച്ചനാണെന്നുണ്ടെങ്കിൽ ബോട്ടിലിൻ്റെ സെക്ഷൻ്റെ അവിടെയാണ് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞു എന്തിനാ മനുഷ്യൻ ഇങ്ങനെ ഇത്രയും ബോട്ടിൽ വാങ്ങിച്ചു കൂട്ടണം, ഓൾറെഡി കുറേ ബോട്ടിൽ അവിടെ റൂമിൽ ഇരിപ്പുണ്ട്. ചാച്ചൻ ഈ പ്രോട്ടീൻ പൗഡറിൻ്റെ പ്രൊമോഷനൊക്കെ ചെയ്യുമ്പോൾ ഒരു ബോട്ടിൽസൊക്കെ കൊടുക്കും. അങ്ങനെ അതൊക്കെ അവിടെ ഇങ്ങനെ ഇരിക്കുക. എന്നാൽ വെള്ളം കുടിക്കണമെന്നോ ചാച്ചൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരൊറ്റ ബോട്ടിൽ, ബാക്കിയൊക്കെ അവിടെ വൃത്തി ഇങ്ങനെ കുന്നുകൂട്ടി വെച്ചേക്കുക. അപ്പോൾ പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞിട്ട് അടുത്ത ബോട്ടിൽ അവിടെ തന്നെ എടുത്ത് വെച്ചു കേട്ടോ. കാരണം ഇനിയും ബോട്ടിൽ വാങ്ങിക്കഴിഞ്ഞാൽ ഞാൻ അതൊക്കെ പെറുക്കി എടുത്ത് വയ്ക്കാൻ വേണ്ടി വേറൊരു സ്ഥലം നോക്കി നടക്കേണ്ടി വരും. അങ്ങനെ അതവിടെ എടുത്ത് വെച്ചിട്ട് ഞങ്ങൾ പിന്നെ തപ്പി ഇറങ്ങിയത് ഈ ഒരു പുട്ടുംകുറ്റി വാങ്ങാൻ വേണ്ടിയിട്ടാണ്. കാരണം പുട്ടുംകുറ്റി നമ്മൾ തപ്പി നടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേ ആയി. ഓൺലൈനിലൊക്കെ നോക്കി അവസാനം ഞങ്ങൾ എന്നാൽ കടയിൽ തന്നെ പോയി വാങ്ങാമെന്ന് വിചാരിച്ചിറങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ ഉദ്ദേശിച്ച സാധനം കിട്ടിയില്ല. ഞാൻ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇഡ്ഡലി ചെമ്പായിരുന്നു കേട്ടോ. കാരണം അതിലാവുമ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കാം, നൂലപ്പം ഉണ്ടാക്കാം, പിട്ടുണ്ടാക്കാം, എല്ലാം ഉണ്ടാക്കാമല്ലോ. പക്ഷെ എന്ത് ചെയ്താൽ എല്ലാം കൂടി അടങ്ങിയിട്ടുള്ള സാധനം കിട്ടുന്നില്ല. ഒന്നല്ലെങ്കിൽ ആ നൂലപ്പത്തിൻ്റെ ആ ഒരു സാധനം മാത്രമേ ഉണ്ടാവുള്ളൂ. എനിക്കാണെന്നുണ്ടെങ്കിൽ ആവി കയറ്റുന്ന ആ ഒരു ഇങ്ങനെ വട്ടത്തിൽ ഓട്ടയായിട്ടുള്ള സാധനം ഉണ്ടല്ലോ, അതും വേണമായിരുന്നു. അതുണ്ടെങ്കിലാണല്ലോ നമുക്ക് പിട്ടുണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതില്ലാത്ത സംഭവങ്ങളാണ് ഞാൻ ഇവിടെ പൊതുവെ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കത് പറ്റില്ല. അതുകൊണ്ട് ഞാൻ അത് അവിടെ തന്നെ വെച്ചു. പിന്നെ വെറൈറ്റി വാട്ടർ ബോട്ടിൽസൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അതൊക്കെ ചുമ്മാ ഒന്ന് എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള സംഭവങ്ങളൊക്കെ ഒരുവിധം നമ്മൾ ആ ഉന്തിക്കൊണ്ട് പോകുന്ന ട്രോളിയിലാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ട്രോളി ഉന്തിക്കൊണ്ട് പോകുന്ന സമയത്താണ് ചാച്ചൻ ഇങ്ങനെ കുന്നുകൂട്ടിയിട്ടിരിക്കുന്ന ടോയ്സിൻ്റെ സെക്ഷൻ കണ്ടത് കേട്ടോ. പിന്നെ അവിടെ നിന്നായി പെറുക്കിയെടുക്കൽ. എവിടെ നിന്നായാലും ടോയ്സ് വാങ്ങുമ്പോൾ 2 പേർക്കും ഒരേപോലത്തെ വാങ്ങണമെന്നായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശശുദ്ധി കേട്ടോ. കാരണം ഒരു വൻ അടി ഒഴിവാക്കാൻ വേണ്ടി മാത്രമാണ്. അങ്ങനെ നമ്മൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നേരെ ബില്ലടിക്കാൻ വേണ്ടി വന്നു. ഡേ ടു ഡേ അല്ലേ ഇവിടെ പറയുന്നത് പറയുന്നത്
കേരളത്തിൽ ആൾക്കാർ ഇവിടുന്ന് പർച്ചേസ് ചെയ്തോളൂ. ഇവിടെ നല്ല വിലക്കാണ്. ചോയ്സൊക്കെ വീടുകളിലേക്ക് പറഞ്ഞിട്ടുണ്ട്. വേണ്ടല്ലോ. ചാച്ചൻ അവിടെ കിടന്ന് ഓരോന്ന് പറയുന്നുണ്ടെങ്കിലും എൻ്റെ ശ്രദ്ധ മുഴുവനും ലേഡി സെക്ഷനിലേക്കാണ് കേട്ടോ. കാര്യം വാങ്ങാനൊന്നുമില്ല എന്നുണ്ടെങ്കിലും ഈ ഒരു സെക്ഷൻ കാണുമ്പോൾ നമ്മൾ പെണ്ണുങ്ങളുടെ നോട്ടം എന്തായാലും അങ്ങോട്ട് പോകുമല്ലോ. അങ്ങനെ ഞാനും നോക്കിട്ടോ. ഈ വഴിക്ക് നേരെ കൊണ്ട് പോകുന്നു. ഈ നൂറ്ററൂറ് ലാഭമാണ്. അതെ, സമാധാനല്ലേ. മക്കളെക്കാളും കശല്ല. മക്കള് കയറി ആകെ 10-30 വില ഉള്ളൂ. ഇവിടെ കയറിയ 100+. എന്റെ മക്കൾക്ക് കൊടുക്കാനല്ല, അവന്മാരാണ് 2 കാറിന് ഒതുക്കാണ്. ഇത് 10-12 കാറായിരിക്കും. ഇപ്പം എങ്ങനെ ഇരിക്കണ്? അല്ലെങ്കിലും അവസാനം കറങ്ങി തിരിഞ്ഞ് എല്ലാ കുറ്റവും നമ്മുടെ തലയിലേക്കാണല്ലോ വരിക. ഇത് മുഴുവനും എനിക്ക് ഒറ്റയ്ക്ക് പുഴുങ്ങി തിന്നാനെല്ലാം മനുഷ്യ എന്നും പറഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഓൾറെഡി നല്ല പോലെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. വീട്ടിൽ 2 എണ്ണം ബഹളം വെച്ച് തുടങ്ങിയിട്ടുണ്ടെന്നാണ് അമ്മേനെ വിളിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് കേട്ടോ. അങ്ങനെ പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ നമ്മുടെ റൂമിലേക്ക് പോവാണ് കേട്ടോ. ഒരു ലോഡ് സാധനങ്ങളുണ്ടായിരുന്നു കയ്യിലെടുക്കാനായിട്ട്. ഇതൊക്കെ തൂക്കി പിടിച്ച് വന്നപ്പോഴത്തേക്കും നല്ല പോലെ ടയേർഡായിട്ടുണ്ടായിരുന്നു കേട്ടോ. ചേട്ടാ ഏത് മോനെ? ഡോണ് ഏത് മോനെ? എന്റെ മോനെ എന്ത് 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 നോക്കിയേ പൊന്ന്. നിക്ക അമ്മോട് വെക്കാം. പറഞ്ഞു പോണല്ല. ബിഗ് പ്ലെയിൻ ഇഷ്ടമായ കുഞ്ഞിന് ഹെലികോപ്റ്റർ എടുക്കാണ്ടേ? രണ്ടും പിടിച്ചോ? ഫോൺ കവറില് കവറില് നെക്സ്റ്റ് ഉണ്ട്. ഒക്കെ രണ്ടെണ്ണം വാങ്ങിയില്ലല്ലോ. അടി വേണ്ടാന്ന് വിചാരിച്ചിട്ട് പപ്പയ്ക്ക് ഉമ്മ കൊടുക്ക്. പൊന്നു പപ്പയ്ക്ക് ഉമ്മ കൊടുക്ക്. ഡോണ പപ്പയ്ക്ക് ഒരു ഉമ്മ കൊടുത്തേ. അപ്പോൾ പിള്ളേരും ഹാപ്പി, നമ്മളും ഹാപ്പി. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. നമുക്കിനി അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.